ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൊറിയൻ ഡിഷസിനോട് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു ഇൻഡോ കൊറിയൻ ബീഫ് റെസിപ്പിയാണ്. ഇതിനു വേണ്ടി എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോപ്ഡ് ഗാർലിക്, ചോപ്ഡ് ജിഞ്ചർ, ചോപ്ഡ് സെലറി, അതൊരു മസ്റ്റാണ്, ചോപ്ഡ് ഗ്രീൻ ചില്ലി, സോയാ സോസ്, ചില്ലി സോസ്, വൈറ്റ് വിനീഗർ, വൈറ്റ് പെപ്പർ പൗഡർ, കോൺഫ്ലവർ. ഇതൊരു 2 സവാള ഡൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതുപോലെ 250 ഗ്രാം ബീഫ് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയേക്കുന്നതാണ്. അതുപോലെ തന്നെ 1 കപ്പ് റെഡ് ക്യാപ്സിക്കം ഡൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. നമുക്കിനി ഒരു സ്ലറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ വിനീഗർ, ഒരു 3-4 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ്. ഈ സ്റ്റോക്ക് വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഇനി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം നമ്മളാണെങ്കിൽ 2 ടീസ്പൂൺ സെലറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഡൈസ്ഡ് സവാളയും ക്യാപ്സിക്കവും പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെയും ക്രഞ്ചിനെസ് പോകാതെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. അതിലോട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്ലറി ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബീഫും അതിൻ്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് സ്റ്റോക്കാണ് എടുത്തേക്കുന്നത്. അതിൽ കൂടുതലാകാൻ പാടില്ല, അപ്പോൾ ഭയങ്കരമായിട്ട് വാട്ടറി ആയി പോകും. സ്റ്റേജിൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ സോയാ സോസിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. അതുപോലെ തന്നെ സോൾട്ടും വൈറ്റ് പെപ്പറും ഞാൻ ഇതിൽ ആഡ് ചെയ്യുവാണ്. ഇത് കോൺഫ്ലവർ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് സോസ് നമ്മുടെ തിക്കാകാൻ തുടങ്ങും. അപ്പോൾ അതൊരു 5 മിനിറ്റത്തേന് നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിക്കായി കറക്റ്റ് പാകമാകുന്ന വരെ ഒന്ന് കുക്കാകാൻ അലവ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി നമുക്കിനി ഉടൻ കാണാം.